ഇങ്ങനെ മാനം കെടാൻ ബാക്കിയില്ല. ആ 3 ഗോൾ ഓനെ അടിച്ചത്, അതാണ് ചീറടിച്ചത്. ഒരു മനുഷ്യനോട് വർത്താനം പറയാനും ഉത്സവം ചോറിച്ച് വേണ്ടത് ആ മഞ്ഞ ചാറല്ലേ ആ ഇതങ്ങൾ തിന്നാ മതി. നീലി വെള്ളിയുള്ള ചാർജ് ഉണ്ടാക്കാൻ പഠിച്ചു അന്ന് ഞാൻ ഈ പെരീന്ന് തന്നെ തിന്നോളൂ. പടക്കം ഞാൻ പെരീക്കന്നെ എങ്ങനെ കേറാന്ന് ആലോചിച്ചോണ്ടിരിക്കുന്നു. എന്താ മെസ്സിന്റെ ഒരു കളി. അപ്പൊ എല്ലാം നമുക്കാണ് പറഞ്ഞു കേട്ടു. ഓന് 39 വയസ്സ് കഴിഞ്ഞ് ഓന് കളിച്ചാൻ വെക്കൂല. മെസ്സി ഉള്ളത് അടച്ച തമ്പുരാൻ. ആ മെസ്സി പറയടാ. രണ്ടാമത്തെ കളി എനിക്ക് 90 മിനിറ്റ് കളിച്ചാന്ന്. അപ്പൊ മുരളീരവം പുളിച്ചോടെ ഞാൻ ഒറ്റ തെരിയക്കാരൻ. ഞാൻ എന്റെ ഒരു ഒറ്റ കാരനാണ് ഞാനും കൂടി ബ്രസീലായത്. ഞാൻ ഇതിന് മുന്നേ അർജന്റീന നെയ്മറും ഉമ്മറൊക്കെ കയ്യിലാണ് 5 കപ്പ് എടുത്തോന്നൊക്കെ പറഞ്ഞാണ്. ഇനി ഈ സാധനം ഞാൻ എത്തിച്ചൂലേ. ആ മെസ്സിയെ ഇത് തിരക്ക് കൂട്ടല്ലേ, ഇത് ഓർഡറിനനുസരിച്ച് ഉണ്ടാക്കുന്ന സാധനല്ലേ. എന്റെ മുന്നേ ഓർഡർ ചെയ്താ ഞാൻ ബ്രസീലാക്കിക്കോ. അർജന്റായിട്ട് ഒരു 3 ഉണ്ട് ഇട്ടു. പക്ഷേ ഞാൻ കിട്ടിയില്ലെങ്കിൽ അർജന്റായിട്ട് ഒരു 7 പൊട്ടിയാലും മതി. നിങ്ങൾ പോയിക്കോളി. അത് നമ്മളിട്ട് ആക്കണം. മോഹന രാഗം ചെയ്യണ്ട. എന്താണ്ട് എത്ര കുക്കിനും കാര്യമില്ല. 5 കപ്പ് ഞങ്ങൾ എടുത്താണ്. ഇന്നൊക്കെ കപ്പ് കൊണ്ടുപോയിട്ട് ഒരു സ്റ്റാറ്റസ് ഇടാൻ പറ്റിക്കണോ? സ്റ്റാറ്റസിൽ ആൾക്കാരില്ലേന്ന് ആരെന്നോ പുറത്തല്ല നമ്മളെ ടീമിൽ തന്നെയാണ്. അൽവാരസ്, മാർട്ടിനസ്, നിക്കോപാസ്, അങ്ങനെ കുറെ ആൾക്കാർക്ക് മരിച്ചത് നിങ്ങൾ ഈ പാട്ട് എടുക്കാണ്ടാണ്. കലാവാസന അതിന്റെ കുഴപ്പമൊന്നുമല്ലല്ലോ. നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് കലാവാസന പോയിട്ട് മീൻവാസനും കൂടി കാര്യം കാര്യം കളിയിലാണ്. അടുത്ത കളി കാണിച്ചത്. മെസ്സി ഹാട്രിക് അടിച്ചപ്പോ 3ാമത്തെ ബോൾ കാണാല്ലേ അറിഞ്ഞു. ആയിട്ട് മുണിഞ്ഞങ്ങൾ എത്തത് പാസ് ചെയ്യേണ്ടത്. എല്ലാവർക്കും താക്ക തന്നെ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കാട്ടണു? ഇതിവിടെ ഉണ്ടാക്കി വെച്ച മുതലല്ലോ. ഒരിക്കൽ സ്വന്തം തന്തര കളിയാക്കി ചടികൊണ്ട് ആമിനാക്കാരെ പറമ്പ് കൊണ്ടുപോയിടും. നിങ്ങളൊരു ഹാർമോണിയം ബക്കറ്റ് പൊട്ടിയാ ഞാനാണ് വാങ്ങി തെറിച്ച് മുണ്ടാടക്കെ ഞാൻ പൊളിച്ചു. കെമിക്കലൂടെ അത് ഉണ്ടാക്കണതല്ലേ മെസ്സിയെ. മെസ്സി ഇനി ആരോടും പറയില്ല എന്നുണ്ടെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നെയ്മർ ഓർഡർ ചെയ്തിക്കണു. പഠിച്ചാൻ പറയാൻ ആരത്? മെസ്സി നമ്മളെ വരില്ലോ. മെസ്സി ഇന്നലത്തെ ഗോള് സാറായിക്കൊണ്ടോ. ശ്രീജ പോയി ചോറെടുത്താ നല്ല ക്ഷീണം. എന്നെ കൊണ്ട് പയ്യനാവൂല. നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോ കഴിച്ചോളി. ശ്രീജ ഇന്ന ചെലപ്പിലെ വള്ളി പൊട്ടിച്ചു, ബക്കറ്റ് പൊട്ടിച്ചു, വട്ടച്ചട്ടി പൊട്ടിച്ചു. കടിയിലും പെരിയും തൊഴിലില്ലാതായാലോ. ഓന് പിന്നെ ആ പരിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്കം പോലെ എത്തിച്ചു കൊടുത്താലും മതി. ഓന് പിന്നെ എന്നാ ഇറങ്ങാന്നൊന്നും ഉറപ്പൊന്നുമില്ലല്ലോ. കുടിക്കാൻ കുറച്ച് വെള്ളെങ്കിലും എടുത്തു തരും എനിക്ക്. പോയി തരുവോ? ബക്കറ്റും വട്ടച്ചട്ടിയൊക്കെ ഉറുപ്പ്യക്ക് വാങ്ങാൻ കിട്ടും. അതിനൊക്കെ ഒരു ഗോൾ അടിച്ച മാറിക്കാൻ ആർക്കാണ്ടോ? എംബാപ്പക്കും കൊടുത്താളാന്നോ? അതിനെത്താ ചൂടാകാന്? ഞാൻ എംബാപ്പക്കല്ല ഓനെ മൂത്താപ്പാക്ക് വേണമെങ്കിൽ കൊടുക്കും. ഇതിന്റെ ഏർപ്പാടാണ്. ഇനി ഒരു കാര്യം കൂടി കേട്ടോ, ക്രിസ്ത്യാനിയും തിന്നുണ്ട്. ഗംഗല സുലൈക്ക കിട്ടുന്നേ ഏത് മാപ്പയൊക്കെ ഉറപ്പിക്ക് തരാ? ബക്കറ്റും ചട്ടി മാത്രം നല്ല ഉറുപ്പ്യ കൊടുക്കണേ. കുറെ സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. കൊടുവള്ളി, ജൂൺ, പിന്നെ ആ പോസ്റ്റർമ അങ്ങനെ 6 പാക്കും കാട്ടിക്കാണ് മസാല വെച്ചാണ് പൊരിച്ചാൻ വെച്ചാൽ ഞങ്ങൾ പോതി താക്കത്ത് തിന്ന് തടിയണത്. അല്ലാതെ ഓനുണ്ടോ ഗോൾട്ട്? ശ്രീജ ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് എന്നോട് ഇത്ര ദേഷ്യം? എനിക്ക് ഇഷ്ടമല്ല നിങ്ങളെ. എന്റെ ഇഷ്ടം നോക്കാൻ വേണ്ടി വീട്ടുകാരോട് കെട്ടിച്ചത്. എനിക്ക് ഒറ്റ ആളെ അല്ല നിങ്ങള്. എന്ത് കുറവാ ഞാൻ. 17-ാം തീയതി മുതൽ 28-ാം തീയതി വരെ മഹാലാഭമേള എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയാണ്. അതിലാണ് കൊടുക്കുന്നത്. എന്നെ പഠിപ്പിച്ചത് ഏതായാലും കൊടുവള്ളിക്കല്ലേ കഴിഞ്ഞാൽ 5-6 അടി ഉയരത്തിൽ കയറിയിട്ട് നിക്കാൻ വെക്കണു. ഈ ചെരുപ്പിന്റെ വള്ളിയും കൂടി ഒന്ന് മാറ്റണം. പോരെ, എന്നാലും 3 ഗോളിന് ഞങ്ങൾ ജയിച്ചതേ. അതെന്താ ഇടക്കിടക്ക് ഇങ്ങനെ പറയാനേ? ചങ്കളെ 17-ാം തീയതി മുതൽ 20 വെക്കൊക്കെ ഒരുപാട് ആൾക്കാർക്ക് കൊടുക്കാണ്ട്. എന്നാലും എനിക്ക് ആട്രിക്ക് അടിച്ചാൽ ആരോഗ്യം ഉണ്ടായത് നമ്മളെ താക്കത്തോണ്ട് തന്നെയാണ്. അപ്പൊ ചങ്കളെ വരുത്തിക്കണ്ടേ എന്ത് ഇഷ്ടം എനിക്ക്. എന്ത് ശ്രീജ പ്രശ്നം? സങ്കടപ്പെട്ടു പോണതേ? നോക്കട്ടെ 10 ഇവിടെ സാധാരണ